പ്രൈസ് ബി ടു ജീസസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാം, ബൊഗൺവില്ല പൂത്ത് നിൽക്കുന്നു. ഏതൊരു വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ അതിൻ്റെ നഴ്സറികളിലൊക്കെ ബൊഗൺവില്ല പല വർണ്ണത്തിലെ ആസ്വാദ്യകരമാണ്, ആകർഷകമാണ്. അത്രയും ശക്തമായ വെയിലാണ് ഈ ബൊഗൺവില്ലയ്ക്ക് വേണ്ടത്. മറ്റൊരു കാഴ്ചയാണ് കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത്. അത്രമാത്രം ഒരു ഇല പോലും ഇല്ലാതെ മഞ്ഞ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മരം. ആരും അതിന് വളമിട്ടോ നനച്ചോ അതിനെ പരിപാലിക്കുന്നില്ല. പക്ഷെ ദൈവം പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കരവിരുതാണ് പ്രപഞ്ചം എന്ന് നമുക്ക് തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം സിസ്റ്റർ ധ്യാന വിഷയമാക്കുന്നത് കണിക്കൊന്ന. ഒരിക്കൽ ഒരു കണിക്കൊന്ന മുഴുവൻ സമയവും നിന്ന് കരയുകയാണ്. അപ്പോൾ ഒരു കിളി ഈ കണിക്കൊന്ന ചില്ലയിൽ വന്നിരുന്നു. ഈ കുഞ്ഞിക്കിളി ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഈ കണിക്കൊന്ന പറയുകയാണ്, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. നോക്കൂ, ഇത്രമാത്രം പൂക്കളുണ്ടെങ്കിലും ഇതിൽ ഭൂരിഭാഗം പൂക്കളും മനോഹരമായ എന്നെ അലങ്കരിച്ച ആ പൂക്കൾ, ഒരു ഇല പോലും ഇല്ലാതെ ഒക്കെ പൂക്കളായിട്ട് മാറിയ ഈ പൂമരത്തിൻ്റെ കീഴേക്ക് നോക്കൂ, താഴേക്ക് നോക്കൂ. കാറ്റും മഴയും ഒരു വെറുതെ ഒന്ന് അനങ്ങ പോലും ചെയ്യുമ്പോൾ എൻ്റെ ഈ കണിക്കൊന്ന മരത്തിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഇതാ ഇവിടെ മുഴുവനും വിരിഞ്ഞു കിടക്കുകയാണ്. എല്ലാം മുഴുവനും ചീഞ്ഞു കിടക്കുകയാണ്, എല്ലാം താഴെ കിടക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിക്കിളി ഈ കണിക്കൊന്നയോട് പറഞ്ഞു, നീ എന്തിനാണ് കരഞ്ഞുകൊണ്ട് എപ്പോഴും താഴേക്ക് നോക്കുന്നത്? നീ നിൻ്റെ ചുറ്റും നോക്കൂ. കുറേ പൂക്കൾ താഴെ കൊഴിഞ്ഞു പോയെങ്കിലും നിൻ്റെ ചുറ്റും വിടർന്ന് നീ ഇപ്പോൾ എത്ര മനോഹരമാണ് എന്ന് നിന്നെ തന്നെ ഒന്ന് നോക്കൂ. നിൻ്റെ ഓരോ ചെയ്തികളും നിൻ്റെ ഓരോ പ്രവർത്തികളും ഒരു ദൈവ പൈതലെ, മകനെ, മകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മിൽ തന്നെ എന്തു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് കർത്താവ് നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കരം നമ്മോട് പൂർവ്വ ജോസഫിനോട് എന്ന പോലെ അവിടുത്തെ കരം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും പൂർവ്വ യൗസേപ്പിനെയും അതുപോലെ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും എല്ലാം പരിപാലിച്ച് സംരക്ഷിച്ച് വഴി നടത്തിയ കർത്താവിൻ്റെ കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ കണിക്കൊന്ന മരം ഇത്രമാത്രം പൂക്കൾ വിരിഞ്ഞ് തൻ്റെ അത്രയും മനോഹരമായ മരം താഴെ വീണ പൂക്കളെ പ്രതി കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് അർത്ഥമുണ്ട് ഇതിന്. നമ്മുടെ ജീവിതം കരയേണ്ട ഒരു സമയമല്ല. വെളിപാട് 5:5 കരയാതിരിക്കൂ, യൂദ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5 അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.